പരിശുദ്ധ അമ്മ അതിലൊന്നാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ ഈ മണിക്കൂറിൽ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണുകയാണ്. മാതാവിനെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടം പലപ്പോഴും ഈശോയേക്കാൾ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ആരെയാണ്? മാതാവിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ മാതാവിനെ കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള നാളുകളിൽ ഓർത്തിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ യുഗാന്ത സഭയുടെ മക്കളാണ്. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ മറിയത്തിൻ്റെ പ്രത്യേകമായ ചില ദൗത്യങ്ങൾ മറിയം നിർവഹിക്കും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മാതാവിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ മാതാവിന് ഫലമേൽപ്പിച്ച് വളർത്തണം. അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള മണിക്കൂറിൽ കാണാൻ പോകുക. നമ്മൾ സുവിശേഷത്തിൽ ഇപ്പോൾ വായിച്ച ഭാഗം നിങ്ങൾ കേട്ടിരുന്നോ? കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് പരിശുദ്ധ കന്യകാമറിയം വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്, അല്ലേ? എല്ലാവരും തലയുയർത്തി. തലയായിട്ട് പരിശുദ്ധ അമ്മ വെള്ളം വീഞ്ഞാക്കിയല്ലോ, അല്ലേ? ആരോ വെള്ളം വീഞ്ഞാക്കി? മാതാവാണോ വെള്ളം വീഞ്ഞാക്കി? അല്ല, ഈശോ വെള്ളം വീഞ്ഞാക്കി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഒന്ന് രണ്ട് കുഞ്ഞു ചോദ്യങ്ങള്, കൊച്ചു പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് അവർ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ വീഞ്ഞു തീർന്നുപോയി എന്ന കാര്യം ആദ്യം അറിഞ്ഞത് ആരായിരിക്കും? മാതാവാണോ ഈശോയാണോ? മാതാവാണെന്നുള്ളവരെന്ത് കാലം ഉയർത്തിക്ക്. 1 2 3 ഇത്രയും പേരുള്ള 4 5 6 ഇത്രയും പേരുള്ള മാതാവാണെന്നുള്ളത്. ഈശോ ആണെന്നുള്ളൊരു കാലം ഉയർത്തി 1 2 3 4 5. നിങ്ങൾ തമ്മിലൊരു വടംവലി വെച്ചാണോ ഇല്ലേ വരുന്നത്? അപ്പോൾ ഈശോയുടെ മാതാവാണോ ആദ്യം അറിഞ്ഞത്? മാതാവാണ് ആദ്യം അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടമുണ്ട്. ഈശോ ദൈവമല്ല എന്ന് വരും. ഈശോ ദൈവമായതുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആർക്കറിയാം? ഈശോയ്ക്കറിയാം. അപ്പോൾ വീഞ്ഞ് തീർന്നുപോയി എന്നുള്ള കാര്യം മാതാവ് അറിയുന്നതിനേക്കാൾ എത്രയോ മുൻപ്, തീരുന്നതിന് മുൻപേ ഈശോയ്ക്ക് അറിയാൻ തീരുമെന്നുള്ള കാര്യം. കാരണം അവൻ ദൈവമാണ്. അതുകൊണ്ട് ആദ്യം അറിഞ്ഞത് ഈശോ തന്നെയാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. എന്നാൽ അടുത്ത സംശയം, അവർക്ക് വീഞ്ഞ് കൊടുക്കണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചതാരായിരിക്കും? ഈശോയായിരിക്കോ മറിയമായിരിക്കോ? അത് മാതാവാണെന്നുള്ളൊരു കാര്യം ഉയർത്തിക്ക്. വേണ്ട, എല്ലാവരും മാതാവാണെന്ന് പറയും. അപ്പോഴുള്ള പ്രശ്നം, ഈശോയേക്കാൾ കരുണ മാതാവിനുണ്ടെന്ന് വരും. ഈശോയ്ക്കാണ് മാതാവിനായിരിക്കുമോ കരുണ കൂടുതൽ? കാരണം ഈശോ ദൈവമായതുകൊണ്ട് കരുണ തന്നെയാണ്. സൃഷ്ടിയായ മറിയത്തിന് സ്രഷ്ടാവിനേക്കാൾ കരുണ ഉണ്ടാവുക സാധ്യമല്ല. മറിയം കരുണയുള്ളവളാണ്. ദൈവമാകട്ടെ കരുണ തന്നെയാണ്. ആകയാൽ കരുണ തന്നെയായ ദൈവത്തെക്കാൾ കരുണ സൃഷ്ടിയായ മറിയത്തിനുണ്ടാവുകയില്ല. അപ്പോൾ അവർക്ക് വീഞ്ഞു കൊടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കരുണ തന്നെയായ, സ്നേഹം തന്നെയായ ഈശോയാണ്. ഈശോയേക്കാൾ ലോകത്തെ രക്ഷിക്കണമെന്ന് മറിയം ആഗ്രഹിക്കാൻ പറ്റില്ല. ഇതാണ് ദൈവം. കാരണം അവൻ ദൈവമാണ്. എന്നിട്ടും ഈശോ എന്തേ ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. വീഞ്ഞു തീർന്നു പോയതും അറിഞ്ഞില്ല, കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലാത്ത പോലെ ഒന്നും മിണ്ടാപ്രാണിയായിട്ടിരിക്കുകയാണ്. ക്രിസ്തുവാനെ ചിലപ്പോൾ അങ്ങനെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോന്നും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും അറിയാത്ത പോലെ ഈശോ ഇരിക്കുക, അല്ലേ? എത്ര ഞായറാഴ്ച വന്ന് പള്ളി വന്ന് പ്രാർത്ഥിച്ചു, എത്ര നേർച്ച നടന്നു, എത്ര തിരി കത്തിച്ചു, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഈശോ ഇരിക്കുക. എന്തായിരിക്കും ഈശോ അങ്ങനെ ഇരിക്കാൻ കാരണം? ഈശോയ്ക്കറിയാം ഏറെ താമസിയാതെ എൻ്റെ അടുക്കൽ ഒരാൾ എത്തും. ആരാ? മറിയത്തും. ഒരപേക്ഷയുമായിട്ടെത്തും. അപ്പോൾ ഞാൻ പ്രവർത്തിക്കും. അങ്ങനെ മറിയത്തിന് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനുണ്ട് രക്ഷാകര കർമ്മത്തിൽ എന്ന് ഈശോയ്ക്ക് ലോകത്തെയും ശിഷ്യന്മാരെയും പഠിപ്പിക്കണം.
അവൾ കേവലം എൻ്റെ അമ്മ എന്ന നിലയിൽ മാത്രമല്ല, അവൾ നിൽക്കുന്നത് രണ്ടാം ഹൗവയും സ്ത്രീയും എന്ന നിലയിലാണ് നിൽക്കുന്നത്. ആകയാൽ അവൾക്ക് ഏതോ ഒരു ദൗത്യമുണ്ട് രക്ഷാകര കർമ്മത്തിൽ എന്നോടുകൂടെ. ആ ദൗത്യം എന്താണെന്ന് പഠിപ്പിക്കാൻ, ലോകത്തെ പഠിപ്പിക്കാൻ ഇപ്പോൾ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. ഇത് പ്രാർത്ഥനയായി, അപേക്ഷയായി മറിയം എൻ്റെ അടുക്കൽ വരും. അപ്പോൾ ഞാൻ പ്രവർത്തിക്കും. ഇതാണ് ഈശോ കാനായിൽ നിശബ്ദനായി നിൽക്കുന്നതിൻ്റെ പിന്നിലെ ദൈവീക പദ്ധതി. മറിയത്തിന് കാനായിൽ ഒരു ദൗത്യമുണ്ട്. മറിയത്തിന് ലോകത്തിൽ ഒരു ദൗത്യമുണ്ട്. മറിയത്തിന് സഭയിൽ ഒരു ദൗത്യമുണ്ട്. അതെന്താണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈ ആവശ്യങ്ങൾ പുത്രന്റെ സന്നിധിയിൽ അപേക്ഷയായി വരിക എന്നതാണ് മറിയത്തിന്റെ ദൗത്യം. മാനവരാശിയുടെ ആവശ്യങ്ങൾ പുത്രന്റെ സന്നിധിയിൽ അപേക്ഷയായി, മാധ്യസ്ഥയാചനയായി സമർപ്പിക്കാൻ മറിയം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ മറിയം സ്വീകരിച്ചിരിക്കുന്ന പ്രത്യേക ദൗത്യത്തിന്റെ ഒരു ഭാഗമാണ് മാനവരാശിയുടെ ആവശ്യങ്ങൾ പുത്രന്റെ സന്നിധിയിൽ അറിയിക്കുക എന്നത്. പിൽക്കാലത്ത് സഭയുടെ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കുക. സഭ എപ്പോഴൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടായോ അപ്പോഴൊക്കെ മറിയത്തെയാണ് വിളിച്ചത്. മറിയമേ, ഇതാ അൽബജേനീസം ഭാഷണ്ഡത വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മറിയമേ, ഇതാ ലോകയുദ്ധങ്ങൾ വരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മറിയമേ, ഇതാ കമ്മ്യൂണിസ്റ്റ് നിരീശ്വര പ്രസ്ഥാനങ്ങൾ സഭയെ കീഴടക്കുന്നു, പ്രാർത്ഥിക്കണേ. മറിയമേ, ഇതാ പകർച്ചവ്യാധി യൂറോപ്പിനെ, സ്പെയിൻ നാടിനെ കീഴടക്കിയിരിക്കുന്നു, അഖണ്ഡ ജപമാല ചൊല്ലാം. മറിയമേ, ഇതാ തുർക്കികൾ ഇതാ ആക്രമിക്കുന്നു, ബാർബേറിയൻസ് റോമിനെ ആക്രമിക്കുന്നു, അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ സഭ എപ്പോഴും, ലോകം എപ്പോഴോ വേദനയിലും കഷ്ടപ്പാടിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടോ അപ്പോഴെല്ലാം പ്രാർത്ഥനയായി വിളിച്ചപേക്ഷിച്ചത് മറിയത്തെയാണ്. മറിയമാണത് ദൈവസന്നിധിയിൽ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥനയായി ഉയർത്തിയത്, മാധ്യസ്ഥ്യം നിർവഹിച്ചത്. ഹല്ലേലൂയ. ഈ ഒരു ദൗത്യ നിർവഹണമാണ് മറിയം കാനായിൽ ആരംഭിക്കുകയും പിന്നീട് ഇന്നുവരെയുള്ള ലോക സഭാ ചരിത്രത്തിൽ മറിയം നിർവഹിക്കുകയും ചെയ്ത കാര്യം. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ സന്നിധിയിൽ അപേക്ഷയായി സമർപ്പിക്കാൻ മറിയം പ്രത്യേകം ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതാണ് മറിയത്തിന്റെ മാധ്യസ്ഥ്യ ദൗത്യത്തിന്റെ ഒന്നാമത്തെ തലം. ഇനി എന്തായിരുന്നു കാനായിലെ പ്രതിസന്ധി? കാനായിലെ പ്രതിസന്ധി ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഒരു പ്രശ്നം പ്രതിസന്ധിയായി മാറുന്നത്? ഒരു പ്രശ്നം എപ്പോഴാണ് ഒരു പ്രതിസന്ധിയായി മാറുന്നത്? പരിഹരിക്കാൻ പറ്റാത്തപ്പോൾ, ഉത്തരങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ഒരു പ്രശ്നം പ്രതിസന്ധിയായി മാറുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ നല്ല മാത്തമാറ്റീഷ്യൻസ് ഉണ്ട്, നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ. ഞാൻ എന്നോട് ചോദിച്ചേക്കരുതെന്ന് വിചാരിച്ചത്, ഞാൻ ചോദിക്കാനും വേണ്ടി പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഉത്തരം അറിയാം. അവർക്ക് അതൊരു പ്രശ്നമല്ല, കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്, അല്ലേ? നിങ്ങളിൽ ഏറെ പേര് IT മേഖലയിലുള്ളവരാണ്. ഞാൻ IT മേഖലയുടെ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളോട് ചോദിച്ചാൽ IT മേഖലയുടെ പ്രശ്നം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമായി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിലെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്.
അപ്പോൾ ഒരു പ്രശ്നം പ്രതിസന്ധിയാകുന്നത് ഉത്തരമില്ലാതാകുമ്പോഴാണ്. ഉത്തരമുള്ളപ്പോൾ പ്രതിസന്ധിയല്ല, അത് കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്. കാനായിൽ വീഞ്ഞു തീർന്നുപോയി എന്നുള്ളത് എല്ലാവർക്കും ഒരു പ്രതിസന്ധിയായിരുന്നു. രണ്ടുപേർക്ക് അത് പ്രതിസന്ധിയായിരുന്നില്ല. ആർക്കൊക്കെയാണത്? ഈശോയ്ക്കും മറിയത്തിന്. നിങ്ങൾ ഉത്തരം ചോദിക്കുന്നതിൻ്റെ ഉത്തരം ചാടി പറഞ്ഞേക്കണം, ഇല്ല നിങ്ങളെ ഉറക്കം കീഴടക്കും. ആ വാതിലിന് അപ്പുറത്തേക്ക് ഒരു ഉറക്കം വന്ന് നിൽപ്പുണ്ടവിടെ. പിന്നെ നിങ്ങളെ ലക്ഷ്യം വെച്ച ആ ഉറക്കം ഇങ്ങനെ വരുന്നത് അത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റും. നിങ്ങളിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അവൻ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞേക്കണം എല്ലാവരും കൂടെ കൂടി. അപ്പോൾ എന്താണ് പ്രതിസന്ധി? ആർക്കാണ് പ്രതിസന്ധി ഇല്ലാതിരുന്നത്? ഈശോയ്ക്കും മറിയത്തിനും ഉത്തരം അറിയാം. മറിയത്തിനറിയാം ഉത്തരമായവൻ ഇവിടെ ഉണ്ട്. ഈശോയിലാണ് ഉത്തരവുള്ളത്. ഈശോയ്ക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പ്രതിസന്ധി ആയിരുന്നപ്പോൾ രണ്ടുപേർക്ക് മാത്രം അത് പ്രതിസന്ധി ആയിരുന്നില്ല, അവർക്ക് ഉത്തരമുണ്ട്. മറിയം എന്തു ചെയ്തു? ഈ ഉത്തരം കൊണ്ടുപോയി പരിചാരകർക്ക് ചോർത്തിക്കൊടുത്തു. മറിയം ചെന്ന് പരിചാരകരോട് പറഞ്ഞു, ഉത്തരം എനിക്കറിയാം, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് ഉത്തരം അറിയാം. ഉത്തരം എനിക്കറിയാം, അവനാണ് ഉത്തരം. അവൻ പറയുന്നത് കേട്ടാൽ ഉത്തരായി, പ്രശ്നത്തിന് ഉത്തരായി. സ്വർഗത്തിന്റെ ഉത്തരങ്ങളെ ഭൂമിക്ക് സമയാസമയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അറിയിച്ചുകൊണ്ട് മറിയം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവളാണ്. ഇതാണ് കാനായിലെ മറിയത്തിന്റെ മാധ്യസ്ഥ്യ ദൗത്യത്തിന്റെ രണ്ടാമത്തെ തലം. സ്വർഗത്തിന്റെ ഉത്തരങ്ങളെ ഭൂമിക്ക് അറിയിച്ചുകൊണ്ട് അവൾ നമ്മളുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളല്ലാതെ കാത്തു സൂക്ഷിക്കുകയാണ്. സ്വർഗത്തിന് ഉത്തരമില്ലാത്ത ഒരു പ്രതിസന്ധിയും ഭൂമിക്കില്ല. ഭൂമിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് കരുതുന്ന കാര്യത്തിന് പോലും ദൈവത്തിന് ഉത്തരമുണ്ട്. ഈ ദൈവത്തിന്റെ ഉത്തരങ്ങളെ സമയാസമയങ്ങളിൽ ഭൂമിയിലേക്ക് കടന്നു വന്ന് മാനവരാശിയെ അറിയിക്കുന്നവളാണ് മറിയം. അങ്ങനെയാണ് അവൾ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാ ലോകമഹായുദ്ധമുണ്ടായിരിക്കുന്നു, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ നാളുകൾ. ഇനിയും അനുദപിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ ഗൗരവതരമായ മറ്റൊരു യുദ്ധം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് അനുദപിക്കണമെന്നവൾ ഫാത്തിമയിൽ അറിയിച്ചു. ലൂർദിൽ, ഗരബന്താളിൽ, സഭയെക്കുറിച്ച് ലാസററ്റിൽ, മഡ്ജുഗോറയിൽ, ഇങ്ങനെ അനേക സ്ഥലത്ത് മാനവരാശി കടന്നുപോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർഗത്തിന്റെ ഉത്തരങ്ങളെ അറിയിക്കാൻ സ്വർഗം നിയോഗിച്ച് അയക്കുന്നവളാണ് മറിയം. അത് പുത്രൻ തീരുമാനിച്ച കാര്യമാണ്. അതാണ് കാനായിൽ സംഭവിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ കാനായിൽ സംഭവിക്കാൻ യേശു നിശബ്ദത പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറിയത്തിന് ഒരു ദൗത്യം നിർവഹിക്കാറുണ്ട്. മാനവരാശിയുടെ ആവശ്യങ്ങൾ പുത്രന്റെ സന്നിധിയിൽ അറിയിക്കുകയും പുത്രന്റെ ദൈവികമായ ഉത്തരങ്ങൾ മാനവരാശിയെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ള ദ്വിമുഖങ്ങളായ ഉത്തരങ്ങളെ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് മറിയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഉത്തരങ്ങളില്ല എന്ന് നിങ്ങൾ കരുതുന്ന പ്രതിസന്ധികളിൽ സ്വർഗത്തിന് ഉത്തരമുണ്ട് എന്നും അത് മറിയത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെട്ടുമെന്നും നിങ്ങൾ മറിയത്തിൽ ശരണം വെച്ചാൽ അവൾ ചെയ്തു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളായി ഉയരുന്ന ഒരു ഘട്ടത്തിൽ ആരെയാണ് ആദ്യം അഭയം ഗമിക്കേണ്ടത്? മറിയത്തെ വിളിക്കുക. മറിയം ചെന്ന് പുത്രനോട് പറയും, നിങ്ങൾക്ക് പകരക്കാരെയായിട്ട് പുത്രന്റെ ഉത്തരം അവൾ നിങ്ങളെ അറിയിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഈശോയുടെ അടുക്കൽ ചെന്ന് മാതാവ് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ, എന്നാ പിന്നെ ഞാനിപ്പോൾ അങ്ങ് വീഞ്ഞുണ്ടാക്കി കൊടുത്തേക്കാം എന്ന് പറയുകയാണോ ചെയ്തേ? ഇല്ല. എന്താ പറഞ്ഞേ? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ സമയം ഇനി ആയിട്ടില്ല. സമയം ഇനി ആയിട്ടില്ല, ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കസേര കയറി ഈശോ ഇരിക്കുകയാണ് ചെയ്തേ? ഇല്ല. ഈശോ എന്ത് ചെയ്തു? അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ആയിട്ടില്ല എന്ന് പറഞ്ഞ ഈശോ സമയമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയല്ല ചെയ്തത്. മറിയത്തിലൂടെ ഇത് അപേക്ഷയായി വന്നപ്പോൾ ആകാത്ത സമയം ചരിത്രത്തിൽ മുൻകൂട്ടി അവതരിപ്പിച്ചുകൊണ്ട് ദൈവീക മഹത്വത്തിന്റെ സമയത്തെ വേഗത്തിലാക്കി. ഇതാണ് മറിയത്തിന്റെ മാധ്യസ്ഥ്യ ദൗത്യത്തിന്റെ ഫലദായകത്വം എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ്, ഇന്റർസെഷന്റെ, മറിയത്തിന്റെ ഇന്റർസെഷന്റെ ഫലദായകത്വം എന്ന് പറയുന്നത് ദൈവത്തിന് കൃപയില്ലാത്തത് കൊണ്ട് കൃപയുണ്ടാക്കുകയല്ല മറിയം ചെയ്യുന്നത്. കൃപാവാരിധിയായ ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയത്തെ എന്റെ ജീവിതത്തിൽ വേഗത്തിലാക്കി തീർത്ത് കൃപാവരത്തെ എന്നിൽ ത്വരിതപ്പെടുത്തുകയാണ് മറിയം ചെയ്യുന്നത്. മറിയം കൃപയുടെ സമയത്തെ വേഗത്തിലാക്കി എന്നർത്ഥം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട് ധ്യാനത്തിനു വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടി, അല്ലേ? ഈ ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും മധ്യസ്ഥം പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചതെന്ന് വേറെ ഉയർത്താം. 1, 2, 3, 4 ഇത്രയും പേര് പ്രാർത്ഥിച്ചു. വെറുതെ അല്ല നിങ്ങളിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇങ്ങനെ ഇത്രയും അറ്റൻറ്റീവായിട്ട് കിട്ടുന്ന ഞങ്ങളുടെ ഞാൻ കൃപ കൊണ്ടല്ല, നിങ്ങളാരോ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയും ചെയ്തു. ഇത്രയും പേര് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് കൃപയില്ലാത്തത് കൊണ്ട് കൃപ കിട്ടാൻ വേണ്ടിയാണോ? അല്ല. കൃപ തന്നെയായ ദൈവത്തിന്റെ കൃപ വേഗത്തിലാക്കുകയാണ് മധ്യസ്ഥ ദൗത്യം എന്ന് പറയുന്നത്. ഇതാണ് മറിയം സംഭവിച്ചത്. മറിയത്തിന്റെ സാന്നിധ്യത്താലും പ്രാർത്ഥനയാലും കൃപാവരത്തിന്റെ മഹത്വത്തിന്റെ ദൈവിക ഇടപെടലിന്റെ സമയത്തെ ചരിത്രത്തിൽ വേഗത്തിലാക്കി. കൈറോസിനെ, കൃത്യമായ ലാംഗ്വേജിൽ പറഞ്ഞാൽ കൈറോസിനെ ക്രോണോസിൽ വേഗത്തിലാക്കിയെടുത്തു അവൾ. കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവിക ഇടപെടലിന്റെ സമയമാണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചരിത്രത്തിന്റെ സമയക്രമമാണ്, കലണ്ടറിലെ സമയമാണ്, ക്രോണോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവിക ഇടപെടലിന്റെ സമയത്തെ നമ്മുടെ മാനവരാശിയുടെ ചരിത്രത്തിൽ വേഗത്തിലാക്കിയവളാണ് മറിയം. ഇതാണ് മറിയത്തിന്റെ മാധ്യസ്ഥ്യ ദൗത്യം. മാത്രമല്ല, കൈറോസിന്റെ ഉടയവൻ ആരാണ്? ഈശോ. കൈറോസിന്റെ ഉടയവനെ ക്രോണോസിലേക്ക് ഇറക്കിക്കൊണ്ടു വന്നവളാണ് മറിയം. മറിയത്തിലൂടെയാണ് കൈറോസിന്റെ ഉടയവൻ ക്രോണോസിൽ അവതരിച്ചത്. ആകയാൽ മറിയത്തിലൂടെ കൃപാവരം മാത്രമല്ല, കൃപാവരത്തിന്റെ ഉടയവൻ തന്നെ ചരിത്രത്തിലേക്ക് വന്നത് മറിയത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മറിയം കൃപാവരത്തെ മാത്രമല്ല, കൃപാവരത്തിന്റെ ഉടയവനെ തന്നെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാനുള്ള മീഡിയമായി വർത്തിച്ചവളാണ് മറിയം. ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യേകത. മറിയത്തിന്റെ നിൽപ്പ് കണ്ടാൽ ഇങ്ങനെ ഒരു പാവം പിടിച്ചൊരു നിൽപ്പാണ്. പക്ഷെ മറിയം അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല, അല്ലേ? നമ്മളിവിടെ ഒരാളൊരു മറിയത്തിന്റെ രൂപം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ട്. അതിനെ നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ മാതാവിന്റെ മാതാവ് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇത് അയാളുടെ പ്രൈവറ്റ് സ്വത്താണെന്ന അയാളുടെ വിചാരം. മാതാവിനെ ഇനി മുതൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം, അല്ലേ? അവിടെ ഇരുന്നാൽ മതിയോ? ഇവിടെ തന്നെ ഇരിക്കണം. ആവേ ആവേ മരിയ, ആവേ ആവേ ഇവിടുത്തെ മാതാവ് മാതാവാണ്, അല്ലേ? അതേ, തലയാട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഫാത്തിമ മാതാവാണ്. അപ്പൊ ഇതിലെല്ലാം ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത് നിങ്ങളോട്. ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഒന്ന് പോകണം.
എന്നിട്ട് വേണം നിങ്ങൾ ഈ മാതാവൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നും ചരിത്രത്തിലുണ്ടെന്നൊക്കെ ഓർക്കാനായിട്ട്. ഏതായാലും നമ്മളങ്ങ് മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. മാതാവെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ വരട്ടെ, അതിലേക്ക് ഒന്ന് പോയി അടിച്ചു പറയലും അതിലേക്ക് ഏതായാലും മക്കളെ കൊണ്ടൊക്കെ ഒന്ന് പോകണം തീർത്ഥാടനത്തിന്. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നീ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. മറിയം കൃപാവരത്തെ വേഗത്തിലാക്കിയത് കാനായിൽ മാത്രമല്ല, അതിനു മുൻപ് തന്നെ മറിയം കൃപാവരത്തെ വേഗത്തിലാക്കിയ മറ്റനുഭവങ്ങളുണ്ട്. ആദ്യമായി മറിയം കൃപാവരത്തെ വേഗത്തിലാക്കിയത് എപ്പോഴായിരിക്കും? ആർക്ക് പറയാം? ഈശോനെ പ്രസവിക്കുന്നു, ഈശോനെ ഗർഭം ധരിച്ചു, ഗർഭം ധരിച്ചപ്പോൾ, അതായത് മംഗളവാർത്ത ശ്രവിക്കുന്ന മറിയം. മംഗളവാർത്ത ശ്രവിച്ചപ്പോൾ മറിയത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, മാലാഖേ കാര്യമൊക്കെ കൊള്ളാം. ആ മാലാഖയല്ലേ വന്നേ? ആ മാലാഖയാണോ വന്നേ? ഇത്രയൊക്കെ വേല മനസ്സിലിരിക്കട്ടെ. അത് ഞങ്ങളുടെ റഫായൽ മാലാഖയാണ്. അത് ഞങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്കില്ല. റഫായൽ മാലാഖയാണ്. അപ്പോൾ പിന്നെ ഏത് മാലാഖയാ വന്നേ? ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ മറിയത്തിന് പറയാമായിരുന്നു, മാലാഖ കാര്യമൊക്കെ കൊള്ളാം, പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മാലാഖെ, നാളെ കൃത്യം ഈ സമയത്ത് വാ, ഞാൻ ജോസഫിനോടൊന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം. 24 മണിക്കൂർ എനിക്ക് തരണം. കാരണം ഞാൻ ജോസഫുമായിട്ട് ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞാൽ ജോസഫ് നോയെന്നൊന്നും പറയുമൊന്നുമില്ല, കാരണം ദൈവമാതാവാകാൻ പോകല്ലേ. അതുകൊണ്ട് ഞാൻ പെട്ടെന്നാലും ഞാൻ ചെന്നൊന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മാലാഖ എന്ത് ചെയ്യുമായിരുന്നു? ഒരു നിവൃത്തിയില്ല. മാലാഖയ്ക്ക് പോകുക അല്ലാതെ പോയി പിറ്റേ ദിവസം വരികയല്ലാതെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ മറിയം പറഞ്ഞോ? ഇല്ല. ഇല്ലെങ്കിൽ മറിയത്തിന് പറയാമായിരുന്നു, എൻ്റെ മാലാഖെ ഞാനൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നോക്കട്ടെ, ഇവര് ഒരു നല്ല റബി വന്നിട്ടുണ്ട്, നല്ല കൗൺസിലറാണ്, അപ്പൊ ഞാൻ റബിയോടൊന്ന് ചോദിച്ചിട്ട് മെസ്സേജ് എടുത്തിട്ട് നാളെ വരാം എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ? എന്നാലും മാലാഖയെ അംഗീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ മറിയം തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ കുറവ് കൊണ്ടോ, പുണ്യത്തിന്റെ കുറവ് കൊണ്ടോ, വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടോ, ഒരുക്കത്തിന്റെ കുറവ് കൊണ്ടോ ഒരു വേള പോലും അവൾ രക്ഷാകര പദ്ധതി വൈകിപ്പിച്ചില്ല. രക്ഷാകര പദ്ധതിയെ വൈകിപ്പിക്കാതെ അവൾ മാനവരാശിയുടെ രക്ഷയെ തന്റെ പുണ്യത്തിന്റെ പൂർണ്ണതയാൽ വേഗത്തിലാക്കി. അതായത് പുണ്യത്തിന്റെ കുറവിനാൽ കൃപാവരങ്ങൾ തടസ്സപ്പെടാനിടയുണ്ട് എന്നർത്ഥം. അപ്പന്റെ പുണ്യത്തിന്റെ കുറവിനാൽ മക്കൾ പ്രാപിക്കാനുള്ള കൃപാവരങ്ങൾ ലേറ്റായേക്കാം എന്നർത്ഥം. അമ്മയുടെ പുണ്യത്തിന്റെ കുറവ് കൊണ്ട് കുടുംബത്തിൽ കിട്ടാൻ പോകുന്ന കൃപാവരങ്ങൾ തടയപ്പെട്ടേക്കാം, മെല്ലെ പോയേക്കാം എന്നർത്ഥം. മാതാപിതാക്കളുടെ കൃപാവരത്തിന്റെ കുറവ് കൊണ്ട്, ഒരുക്കത്തിന്റെയും പുണ്യത്തിന്റെയും കുറവ് മക്കൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ സമയങ്ങളെ വൈകിപ്പിച്ചു എന്ന് വരാം. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്താലും പുണ്യത്തിന്റെ പൂർണ്ണതയാലും കുടുംബത്തിൽ ദൈവം വർഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കൃപാവരങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങൾ ത്വരിതപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതങ്ങ് ഇഷ്ടപ്പെട്ടില്ലല്ലേ പറഞ്ഞത്? അതങ്ങനെയാ, പണ്ട് മുതൽ അങ്ങനെയാ. കാര്യം പറയുമ്പോൾ ചൊറിച്ചില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേലും ഇല്ലേലും പറയാം. അപ്പൊ മാതാപിതാക്കളുടെ പുണ്യത്തിന്റെ കുറവ്, നിങ്ങളുടെ പോലെയല്ല, നിങ്ങൾക്ക് പുണ്യം കൂടുതലുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. പുണ്യത്തിന്റെ കുറവ് കൊണ്ട്
മക്കൾക്ക് കിട്ടാറുള്ള കൃപ അതിലും ശരി അച്ഛാ, എനിക്ക് ഇതിനേക്കാൾ അധികം ജോലിയൊക്കെ കിട്ടേണ്ടതായിരുന്നു. എന്താ കാരണം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ പ്രശ്നമാണ്. ആരും കുറ്റപ്പെടുത്തണ്ട, ആരെയും പഴിക്കുകയും വേണ്ട. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി നമ്മുടെ കുറവ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് പുണ്യയോഗ്യത കുറയാൻ പാടില്ല. കൃപാവരത്തിന്റെ സമയം വൈകാൻ പാടില്ല. എങ്ങാനും കുറവുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ മറിയത്തെ വിളിച്ച് പറഞ്ഞേക്ക, മറിയമേ എന്റെ കാര്യത്തിൽ ഇടപെടണമേ, എനിക്ക് പുണ്യത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് കൃപാവരത്തിന്റെ സമയത്തെ എന്റെ വീട്ടിൽ അമ്മയായി നിന്നുകൊണ്ട് കൃപാവരത്തെ ത്വരിതപ്പെടുത്താൻ അമ്മയെ വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ പരിഹരിച്ച് മാതാവ് തന്റെ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹമുള്ളതാക്കി തീർക്കും. ഹല്ലേലൂയ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ച ഒരുവിനെയെങ്കിലും ലോകത്തിൽ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസം ധൈര്യപ്പെട്ട് കൃപാത്തിൽ നിന്ന് നടയുന്നു ലഭിച്ച് നിർപ്പെട്ട് കണ്ണ് ചിന്തി പാപിയായ രാജ്യത്തെ കാത്തുകൊണ്ട് അങ്ങേസിൽ നിൽക്കുന്നു അവതരിച്ച വനത്തിൽ മാതാവേ, എൻ്റെ അമ്മ എൻ്റെ ഉപേക്ഷിക്കാതെ. എല്ലാവരും കല്യാണം കഴിച്ചവരല്ലേ? ഇവിടെയുള്ളവര് വിവാഹം കഴിച്ചവരല്ലേ? ഭാഗ്യം. അല്ലെങ്കിൽ നിങ്ങളെ വേദപാഠം കേൾപ്പിക്കാൻ ഞാൻ വിളിച്ചിട്ട് കല്യാണക്കുറി പോലും തരികയില്ലായിരുന്നു. അത്രയും ഇതിലുള്ള മാതാവേ അറിയില്ലാത്തതിന്റെ കാരണത്താൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്നെങ്കിലും ഇതൊന്ന് പഠിച്ചായിരുന്നോ? കല്യാണക്കുറത്തിന് വേദപാഠം കേൾക്കാൻ പോകുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു അന്ന്. അതിനൊന്നും പോയില്ല. അന്ന് കണ്ട സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി 500 രൂപ അച്ഛന് കവറിലിട്ട് കൊടുത്ത് കല്യാണം നടത്തിയിട്ട് വന്നിരിക്കുന്നവരായുമാരൊക്കെ. അതുകൊണ്ടാണ് അത്രയും ഇതിലുള്ള മാതാവ് പോലും പറയാതിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഇത് എങ്ങനെ അറിഞ്ഞെന്നാ തന്നെ അതിശയിച്ച് നോക്കുന്നത്. ഈശോയ്ക്ക് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പുണ്യത്തിന്റെ കുറവുകളെ പരിശുദ്ധ കന്യകാമറിയം തന്റെ പുണ്യത്താൽ പരിഹരിച്ച് കൃപാവരത്തെ ത്വരിതപ്പെടുത്തി തരികയാണ്. മറിയം കൃപാവരത്തെ ത്വരിതപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യം എപ്പോഴാണ്? മറിയം കൃപാവരത്തെ ത്വരിതപ്പെടുത്തിയ രണ്ടാമത്തെ സംഭവം കാനായിലെ കല്യാണം നമ്മളിപ്പം പറഞ്ഞു. അതിന് മുമ്പ് ഒരിക്കൽ കൂടി മാതാവ് എങ്ങോട്ടോ തിടുക്കത്തിൽ പോയി എന്ന് പറയുന്നുണ്ടല്ലോ. എലിസബത്തിന്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ പോയി. എലിസബത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് വെള്ളം കോരി കൊടുത്തു, കഞ്ഞി വെച്ച് കൊടുത്തു, തുണിയിറക്കി കൊടുത്തു, മിറ്റമടിച്ചു, ശുശ്രൂഷ ചെയ്തു. അല്ലേ? ബൈബിളിൽ എവിടെയെങ്കിലും പറയണ്ട മറിയം ചെന്ന് വെള്ളം അടിച്ചു, വെള്ളം കോരി കൊടുത്തു, മിറ്റമടിച്ചു കൊടുത്തു എന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ബൈബിളിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? എലിസബത്തിന്റെ ഹൃദയത്തിന്റെ ഉദരത്തിൽ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സന്തോഷത്താൽ കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. തിടുക്കത്തിൽ മറിയം വന്നതുകൊണ്ട് എലിസബത്തിന് തിടുക്കത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടി. വീട്ടിൽ വന്നു കയറിയത് മറിയമാണ്, കിട്ടിയത് പരിശുദ്ധാത്മാവിനെയാണ്. മറിയം വന്നു കയറി, കിട്ടിയത് ആത്മാവിന്റെ അഭിഷേകം. മറിയം കുടുംബത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം ത്വരിതപ്പെട്ടു കിട്ടി. ഇതാ വഴിയൊരുക്കാൻ പോകുന്ന സ്നാപകൻ സന്തോഷത്താൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് ആനന്ദത്താൽ കുതിച്ചു ചാടി. മറിയം വന്നപ്പോൾ ഉദരത്തിലായിരുന്ന കുഞ്ഞിന് അഭിഷേകം മുൻകൂട്ടി കിട്ടി. അമ്മമാര് പ്രത്യേകം ശ്രദ്ധയോടെ കേൾക്കണം. ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ മറിയത്തെ ക്ഷണിച്ചാൽ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൽ പരിശുദ്ധാത്മാഭിഷേകത്തെ ജനിക്കുന്നതിന് മുൻപേ ത്വരിതപ്പെടുത്തി തരാൻ കഴിയുന്നവളാണ് മറിയമെന്ന് അമ്മമാരോർത്തിരുന്നോണം. എലിസബത്തിലോ ദൈവത്തിന്റെ കൃപാവരത്തെ കാണാൻ പറ്റി. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന്? എലിസബത്ത് ചോദിക്കുക. വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് എലിസബത്ത് ചോദിക്കുന്നത്. എന്റെ കർത്താവിന്റെ അമ്മ ഇവിടെ വന്നു. എലിസബത്തിൽ ജ്ഞാനവും വിശ്വാസവും നിറഞ്ഞു. ഇത് രണ്ടും കണ്ടുകൊണ്ട് വേറൊരാളവിടെ ഇരിപ്പുണ്ടാണ്.
വീട്ടില്? എലിസബത്തിന്റെ വീട്ടിൽ വേറെ ആരാണ്? സഖറിയ മൂകനായിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ കുറവ്. ഇത് കണ്ടുകൊണ്ട് സഖറിയായിൽ വിശ്വാസത്തിന്റെ അഭിഷേകമുണ്ടായി. അങ്ങനെ വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്ന സഖറിയായിക്ക് വിശ്വാസത്തിന്റെ പൂർണ്ണത, സ്നാപകന് പരിശുദ്ധാത്മാഭിഷേകം, അമ്മയ്ക്ക് ഇതാ വിശ്വാസത്തിന്റെ കൃപയുടെ അഭിഷേകം, ജ്ഞാനത്തിന്റെ സ്തുതിപ്പിന്റെ അഭിഷേകം. അങ്ങനെ കുടുംബം മുഴുവൻ അമ്മയുടെ സാന്നിധ്യത്താൽ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധ അമ്മ നിന്റെ വീട്ടിൽ കയറുമ്പോൾ മറിയം മാത്രമല്ല വരുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുടുംബത്തിലുള്ള എല്ലാവർക്കും കിട്ടും. കുടുംബത്തിലുള്ള എല്ലാവർക്കും മറിയം വഴി അഭിഷേകങ്ങൾ ത്വരിതപ്പെട്ട് കിട്ടും. ആകയാൽ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും അഭിഷേകത്തിന്റെ കുറവുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നീ ആദ്യം ഇപ്പോൾ ക്ഷണിക്കേണ്ടത് മറിയത്തെയാണ്. മറിയം നിന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് അഭിഷേകങ്ങളെ അവൾ ത്വരിതപ്പെടുത്തി തരും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആവേ മരിയ ഒന്ന് പാടാമോ? എല്ലാവരും ചേർന്നുകൊണ്ട് ആവേ മരിയ ഒന്ന് പാടിക്കേ. ആവേ മരിയ. പരിശുദ്ധ കന്യകാമറിയത്തെ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് എഴുതിട്ടിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിച്ച് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ കുറവുകൾ എല്ലാം ഒന്ന് ഓർത്ത്, എവിടെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ കുറവുകളുള്ളത്? വിശ്വാസത്തിന്റെ കുറവ് നിങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടോ? സ്നേഹത്തിന്റെ കുറവുണ്ടോ? പുണ്യത്തിന്റെ കുറവുണ്ടോ? ആ മേഖലകളിലെല്ലാം മറിയമേ അഭിഷേകമാക്കി മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് മറിയത്തോട് കുടുംബത്തിലേക്ക് ഇപ്പോൾ വരണമേ എന്ന് പറയുക. ഒരിക്കലും വൈകരുത്. തിടുക്കത്തിൽ എലിസബത്തിന്റെ വീട്ടിലേക്ക്, തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് പോയതുപോലെ മറിയമേ തിടുക്കത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വരണമേ. മറിയമേ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇന്ന കാര്യങ്ങളിൽ അഭിഷേകത്തിന്റെ കുറവുണ്ട്. മറിയമേ ഇടപെടണമേ എന്ന് നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, എന്നിട്ട് നിങ്ങൾ ആവേ മരിയ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. മൂന്നാമതായി പരിശുദ്ധ കന്യകാമറിയം കൃപാവരത്തെ ത്വരിതപ്പെടുത്തിയതാണ് നമ്മൾ കാനായിൽ ഇപ്പോൾ വായിച്ചു കേട്ട സംഭവം. ഇനിയും പരിശുദ്ധ കന്യകാമറിയം കൃപാവരത്തെ ത്വരിതപ്പെടുത്തിയ അനേക സംഭവങ്ങളുണ്ട്. 2 എണ്ണം മാത്രം ഇനി നമ്മൾ കാണുകയാണ്. അടുത്തത്, അപ്പസ്തോലന്മാരോടുകൂടെ പരിശുദ്ധ കന്യകാമറിയം പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നോക്കിയാൽ അവരെ വയറൊക്കെ ശരിയാക്കി നോക്കിയാൽ മതി. അപ്പോൾ അപ്പസ്തോലന്മാരോടുകൂടെ എവിടെയാണ് പ്രാർത്ഥിച്ചു കാത്തിരുന്നത്? സെഹിയോൻ ശാലയിൽ. എന്തിനു വേണ്ടിയായിരുന്നു? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. അപ്പോൾ എനിക്കൊരു സംശയം, എന്റെ സംശയം ഇതാണ്, മറിയത്തിന് പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ടായിരുന്നോ പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രാപിക്കാൻ? മറിയം അതിനു മുൻപ് തന്നെ ദൈവമാതാവായിരുന്നു, അമലോദ്ഭവയായിരുന്നു, നിത്യകന്യകയായിരുന്നു. കൃപ നിറഞ്ഞവളെ എന്നാണ് മാലാഖ വിളിച്ചത്. ഈ മറിയം പ്രാർത്ഥിച്ചു കാത്തിരിക്കാൻ മറിയത്തിന് പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനാ കുറവിനെയും അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കുറവിനെയും തന്റെ സാന്നിധ്യത്താലും പ്രാർത്ഥനയാലും പരിഹരിച്ച് ഇനി സഭ ജനിക്കാൻ പോവുകയാണ്. ശിരസായ മിശിഹായുടെ അമ്മ അവയവമായ സഭയുടെയും അമ്മയാകണം. ശിരസിന്റെ ജനനത്തിൽ മറിയം മാതാവായി നിന്നതുപോലെ സഭയുടെ ജനനത്തിലും മറിയം മാതാവായി നിൽക്കണം. ആകയാൽ സഭയുടെ ജനനത്തിന്റെ സമയത്തെ വൈകിപ്പിക്കാതെ
ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഭയെ ജനിപ്പിക്കേണ്ടതിന് വേണ്ടി കൃപാവരത്തിന് കുറവുകളില്ലാതാകാൻ മറിയം സഭയിൽ സന്നിഹിതയായിരുന്നു പ്രാർത്ഥനയാൽ. മറിയം സഭയ്ക്ക് എപ്പോഴൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകൾ പരിഹരിക്കാൻ മറിയത്തിന്റെ പ്രാർത്ഥനയാലും സാന്നിധ്യത്താലും അവൾ സഭയിലുണ്ടാകും. മറിയത്തിന്റെ പ്രാർത്ഥനയാലും സാന്നിധ്യത്താലും സഭയുടെ കുറവുകൾ അവൾ പരിഹരിച്ചുകൊണ്ട് നിൽക്കും എന്നർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും കണ്ടതിന് ശേഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട അടുത്ത വിഷയത്തിലേക്ക് നമ്മൾക്ക് കാണുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ഇനി ത്വരിതപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. എന്താണത്? ആർക്ക് പറയാം? ഈശോയുടെ രണ്ടാം വരവ്. ഈശോയുടെ രണ്ടാം വരവ് ത്വരിതപ്പെട്ട് വേഗത്തിലാക്കേണ്ടതുണ്ടോ? സത്യത്തിൽ ഈശോയുടെ രണ്ടാം വരവ് വേഗത്തിലാകണോ വേണ്ടയോ? എൻ്റെ അച്ഛൻ എത്ര വേഗത്തിലായാലും വേണ്ടിയല്ല. ഈ മാസത്തെ ശമ്പളവും കൂടെ ഒന്ന് കിട്ടിയിട്ട് മതിയായിരുന്നു. 2 ദിവസത്തെ ഒരു ആഘോഷവും കൂടെ കഴിഞ്ഞിട്ട് ഈശോ ആര് വന്നാലും കുഴപ്പമില്ലായിരുന്നു വിചാരിച്ചിരിക്കുകയാണ്. ഈശോയുടെ രണ്ടാം വരവ് ത്വരിതപ്പെടേണ്ട കാര്യമുണ്ടോ? പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, നിങ്ങൾ അവന്റെ വരവിനെ പ്രാർത്ഥിച്ചു ത്വരിതപ്പെടുത്തുക എന്ന് പത്രോസ് പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? എന്തായിരിക്കും കാരണം? ഈശോ ആ കാര്യം പറയുന്നുണ്ട് ഒരു വാക്യത്തിൽ. ആർക്ക് പറയാം? പറയുന്നയാൾക്കൊരു സമ്മാനം. ഈശോയുടെ രണ്ടാം വരവ് വേഗത്തിലാക്കണമെന്ന് ഈശോ തന്നെ ഒരു കാരണം കൊണ്ട് പറയുന്നുണ്ട്. അത് പറയുന്നയാൾക്ക് എൻ്റെ വക ഒരു സമ്മാനം. കൃത്യം വാക്യത്തിൽ വചനം പറയണം. പറഞ്ഞു തെറ്റിയാലും കുഴപ്പമില്ല, സമ്മാനം കിട്ടിയാലും നല്ല. ആ ദിവസം ഭീകരമായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. അത് ആ ദിവസത്തിന് ഇത് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കയ്യടി കൊടുക്കുക. കൃത്യമായ വചനം അല്ലെങ്കിലും ആശയം കറക്റ്റാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാനിടയില്ലാത്തതുമായ കഠോര പീഡനങ്ങൾ ആ നാളുകളിൽ ഉണ്ടാകും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തപ്പെടുന്നില്ലെങ്കിൽ ഒരുവനും രക്ഷപ്പെടാൻ പോകുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി കഠോര പീഡനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തപ്പെടണം. ഇല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുന്ന നമ്മൾ പോലും വീണുപോകും. ആകയാൽ കഠോര പീഡനങ്ങളുടെ നാളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തപ്പെടണം. എന്നിട്ട് പുത്രൻ രണ്ടാം വരവ് ത്വരിതപ്പെടണം. ഇല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വീണുപോകും എന്നർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മറിയത്തിന്റെ ഇനി നിർവഹിക്കാനുള്ള ദൗത്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണുക. അപ്പോൾ ഒരു സമ്മാനം ഇരിക്കട്ടെ, ഇതെടുത്തോണം. മിക്കവാറും നടന്നതാണ്. കൊലപാതകം നടക്കും. മാതാവിനെ സമ്മാനം എടുക്കാൻ പോവാണ്. കുഴപ്പമില്ല. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഇതൊരു ത്വരിതപ്പെടുത്തി തരികയാണ്. എങ്ങനെയാണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാൻ പറ്റുമോ? അറിയണോ? വെളിപാട് ഗ്രന്ഥം 12-ാമത്തെ അടുത്ത് നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നല്ല കാര്യം. വെളിപാട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിച്ചും വായിച്ചും പെട്ടെന്ന് ഫോളോ ചെയ്തോണം, സമയക്കുറവ് പോലെ. വെളിപാട് 12-ാമത്തെ എടുത്തോ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ്
ഉൽപ്പത്തി. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാന പുസ്തകമാണ് വെള്ളിക്കാട്, 12-ാം അധ്യായം. 11-ാമത്തെ അധ്യായത്തിന് ശേഷമാണ്. വായിക്കാമോ ഒരാള്? സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. ഓ, നിസാരക്കാരി ഇതുപോലൊന്നും അല്ല നിൽക്കണേ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. പിന്നെ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. ഇതാണ് അടയാളം. ഇതൊരടയാളമാണ്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. എന്തിന്റെ അടയാളമായിരിക്കും? ഇതൊരടയാളമാണ്. അടയാളമാണ്, മറ്റെന്തോ ആണ് റിയാലിറ്റി എന്നർത്ഥം. മറിയത്തിന്റെ ഈ നിൽപ്പ് ഒരടയാളമാണ്. സൂര്യനെ ഉടയാടയാക്കി, ചന്ദ്രനെ പാദപീഠമാക്കി, നക്ഷത്രങ്ങളെ കിരീടമാക്കി മാറ്റിയത് അടയാളമായിരിക്കുന്നു എന്നർത്ഥം. ഇതിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിനെ കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ വിശദീകരിച്ചു തരുന്നു. പകലിന്റെ അധിപതിയാണ് സൂര്യൻ, രാത്രിയുടെ അധിപതിയാണ് ചന്ദ്രൻ, കാലഗണനയുടെ അടയാളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇവയുടെ മേൽ അധികാരമുള്ളവളായി നിൽക്കുന്നവളാണ് മറിയം. ചരിത്രത്തിന്റെ മേലും സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചു നിൽക്കുന്ന, ചരിത്രത്തിന്റെ മേൽ, ക്രോണോസിന്റെ മേൽ അധികാരമുള്ളവളായി നിൽക്കുകയാണ് മറിയം. കൈറോസിന്റെ മേൽ അധികാരമില്ല. കൈറോസിന്റെ മേൽ ദൈവത്തിനാണ് അധികാരം. ക്രോണോസിന്റെ മേൽ അധിപതിയായി നിൽക്കുകയാണ് മറിയം. ഇതാണ് അതിന്റെ അടയാളം. ക്രോണോസിനെ ഇനി പരിമിതപ്പെടുത്തണമെങ്കിൽ അവൾക്ക് അധികാരമുണ്ടെന്നർത്ഥം. ചരിത്രത്തിന്റെ മേൽ അധികാരിയായി അവൾ നിൽക്കുകയാണ്.